ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 30-ാം തീയതി ആണ്ടുവട്ടത്തിൽ 21-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച തിരുസഭ വിശുദ്ധ എവപ്രാസ്യാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്നത് അത് അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗങ്ങളാണ്. ഇവിടെ 10 കന്യകമാരുടെ ഉപമയിലൂടെ 5 വിവേകമതികളും 5 വിവേകശൂന്യകളിലൂടെ തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മളും എല്ലാവരും വിവേകമതികളെ പോലെ ഒരുങ്ങിയിരിക്കുവാനായിട്ടാണ്. ജാഗരൂകതയോടുകൂടെ ഒരുങ്ങിയിരിക്കുവാനായിട്ട്. മണവാളൻ വരുമ്പോൾ, മണവാളൻ ആഗതനാകുന്നുവെന്നുള്ള കാഹളം മുഴങ്ങുമ്പോൾ മണവാളനെ സ്വീകരിക്കുവാനായിട്ട് കത്തിച്ച വിളക്കുമായിട്ട് അവനെ എതിരേൽക്കുവാൻ കടന്നു ചെല്ലുവാൻ ഈ 10 പേരും യോഗ്യരായിരുന്നു. പക്ഷേ 5 പേര് വിവേകശൂന്യകളായിരുന്നതിനാൽ അവർ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. അതിനാൽ മണവാളൻ വന്നപ്പോൾ മണവാളനോടുകൂടെ വിരുന്നിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. നമ്മളും എല്ലാവരും വളരെയേറെ ജാഗ്രതയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ മണവാളനെ കാത്തിരിക്കുന്നവരാണ്. നമ്മളുടെ മണവാളൻ എന്നത് ദൈവം തന്നെയാണ്. നമ്മൾ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അന്ത്യവിധിയിൽ ദൈവം നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തെ എതിരേൽക്കുവാൻ തക്ക വിധത്തില് പുണ്യങ്ങൾ നിറഞ്ഞ കത്തിച്ച വിളക്കുമായിട്ട് നിൽക്കുവാൻ യോഗ്യരാണ്. അതോ നമ്മളുടെ കയ്യിൽ എണ്ണയില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുമോ? അങ്ങനെയെങ്കിൽ എത്ര തവണ തന്നെ മണവാളന്റെ വാതിൽക്കൽ മുട്ടിയാലും അവിടെ നിന്ന് നമ്മൾ കേൾക്കുന്ന ഉത്തരം എനിക്ക് നിങ്ങളെ അറിയില്ല എന്നതായിരിക്കും. അന്ത്യവിധിയിൽ ദൈവത്തിന് നമ്മളെ അറിയില്ല എന്നുള്ള മറുപടി കേട്ടുകൊണ്ട് നിത്യനരാഗ്നിയിലേക്ക് പോകുവാനായിട്ടുള്ളവരല്ല നമ്മൾ. മറിച്ച് ഈ ഭൂമിയിലൂടെയുള്ള യാത്രയിൽ പുണ്യങ്ങൾ ചെയ്ത് അവസാനം മണവാളൻ വരുമ്പോൾ മണവാളനോടുകൂടെ വലിയ വിരുന്നിലേക്ക്, ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ വിരുന്നിലേക്ക് പ്രവേശിക്കേണ്ടി വരിക്കുന്നവരാണ് നമ്മൾ. അതിനാൽ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ, വിശുദ്ധ എവപ്രാസ്യാമ്മയുടെ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ നമുക്കും ആ ഒരു മനോഭാവത്തോടുകൂടെ സദാ ജാഗ്രതയോടുകൂടെ ജീവിക്കുന്ന വ്യക്തികളാകാം. പുണ്യങ്ങളുടെ എണ്ണ കരുതി മണവാളനെ എതിരേൽക്കുവാനും മണവാളനോടുകൂടെ മണിയറയിലേക്ക് പ്രവേശിക്കുന്നവരായി തീരുവാനും നമ്മെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.